നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 16-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റ് നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് തീയതികൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. കേരളത്തിൽ ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 9 വ്യാഴാഴ്ച ദിവസം വോട്ടെടുപ്പും മെയ് 4 തീയതി വോട്ടെണ്ണലും നടക്കും. ഏകദേശം 2,70,00,000 വോട്ടർമാരുള്ള കേരളത്തിൽ തെരഞ്ഞെടുപ്പിനായിട്ട് സംസ്ഥാനത്താകെ 30,471 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ പൈപ്പ് ലൈൻ വഴി പാചകവാതക വിതരണം സജീവമായതോടുകൂടി പൈപ്പ് കണക്ഷനുള്ള ഉപഭോക്താക്കൾക്ക് ഇനി LPG സിലിണ്ടറുകൾ ലഭ്യമാകില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് മന്ത്രാലയം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇരട്ട കണക്ഷനുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷനുള്ളവർ തങ്ങളുടെ LPG സിലിണ്ടറുകൾ സറണ്ടർ ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. അല്ലാത്തപക്ഷം ഇത് നിരോധിത പ്രവർത്തനമായിട്ട് കണക്കാക്കും. അതേസമയം ആഗോള യുദ്ധ സാഹചര്യങ്ങളൊക്കെ തന്നെ മൂലമുള്ള പാചകവാതക പ്രതിസന്ധി അത് പരിഹരിക്കുന്നതിനായിട്ട് ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ അനുമതിയോടെ ഹോർമുസ് കടലിടുക്ക് പിന്നിട്ട LPG ടാങ്കറുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗുജറാത്ത് തീരത്ത് എത്തുന്നതായിരിക്കും. പരിഭ്രാന്തരായിട്ട് ഗ്യാസ് ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം 88 ലക്ഷമായിട്ട് ഉയർന്നത് വിതരണത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് സാർവത്രിക ആരോഗ്യ പരിരക്ഷ നടപ്പിലാക്കുന്നതിനുള്ള അനുമതി നൽകിയതായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന തീരുമാനമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി CASP, അതോടൊപ്പം തന്നെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് KBF, മെഡിസെപ്പ് തുടങ്ങി നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ ഉൾപ്പെടാത്ത മിസ്സിംഗ് മിഡിൽ വിഭാഗത്തിനൊക്കെ തന്നെ കൂടി ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടത്തിയ വിവിധ തലങ്ങളിലുള്ള ചർച്ചകളുടെയും പരിശോധനകളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയത്. മിഷൻ 2031 അവലോകന യോഗങ്ങളിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു. നിലവിൽ സംസ്ഥാനത്ത് CASP പദ്ധതിയിൽ ഉൾപ്പെട്ട 42 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ നൽകി വരുന്നുണ്ട്. ഇതിന് പുറമെ CASP പദ്ധതിയിൽ ഉൾപ്പെടാത്തതും വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളതുമായിട്ടുള്ള കുടുംബങ്ങൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 2 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായവും വൃക്ക സംബന്ധമായിട്ടുള്ള രോഗികൾക്ക് 1 ലക്ഷം രൂപ കൂടി അധികമായിട്ട് ആകെ 3 ലക്ഷം രൂപയുടെ ആനുകൂല്യവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാണ്. തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായ കേരളം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 8,425 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് നൽകിയിട്ടുള്ളത്. ഓരോ ചികിത്സാ പദ്ധതിയിലും അംഗമല്ലാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് പുതിയ തീരുമാനം അത് വലിയൊരു ആശ്വാസമായി തന്നെ മാറുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടങ്ങിയ വിവിധ പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം ലഭിക്കുന്ന ഈ പദ്ധതികളിലേക്ക് അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ, അതോടൊപ്പം തന്നെ ജനസേവന കേന്ദ്രങ്ങൾ എന്നിവ വഴിയൊക്കെ തന്നെ നിങ്ങൾക്ക് പൊതുജനങ്ങൾക്കെല്ലാം തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ മറ്റു മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കും അതോടൊപ്പം തന്നെ പഠനശേഷം സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്നവർക്കുമാണ് ഈ ഒരു കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് അർഹതയുള്ളത്. അതോടൊപ്പം തന്നെ BPL, AY വിഭാഗത്തിലൊക്കെ തന്നെ ഉൾപ്പെടുന്ന റേഷൻ കാർഡുള്ള 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാം. അർഹരായവർ ഈ ഒരു അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം 25-ാം തീയതി ബുധനാഴ്ച മുതലായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും മറ്റ് പ്രധാന അറിയിപ്പുകളും നിലവിൽ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 9-ാം തീയതി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ്. സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ അത് തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്.
ഏപ്രിൽ മാസത്തിലാണ് വിഷു ഈസ്റ്ററൊക്കെ തന്നെ വരുന്നത്. വിഷു ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ ഉണ്ടാവുക എന്നാണ് നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും അതിന് മുൻപ് തന്നെ ഇപ്പോൾ ഇലക്ഷൻ തീയതി വന്നിരിക്കുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടി കണക്കിലെടുത്താൽ ഉത്സവ സീസണുകളിലൊക്കെ തന്നെ വിതരണം ചെയ്യുന്ന പോലെ 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാനാണ് കൂടുതലും സാധ്യതയുള്ളത്. ചിലപ്പോൾ മാർച്ചിലെ പെൻഷൻ വിതരണം ചെയ്ത ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുക ഒരുമിച്ച് വിതരണം ചെയ്തേക്കാം. എന്നിരുന്നാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക അറിയിപ്പുകൾ അത് വരും ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ഉത്തരവ് മുഖേന ഉണ്ടായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഏകദേശം 65,000 പുതിയ BPL റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. ഇതിൻ്റെ വിതരണോദ്ഘാടനം ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മുൻഗണനാ പട്ടികയിലുണ്ടായിരുന്ന അനർഹരേഖ തന്നെ കണ്ടെത്തുന്നതിനായിട്ട് നടത്തിയ കർശന പരിശോധനകളിലൂടെ നിരവധി റേഷൻ കാർഡുകൾ പിടിച്ചെടുത്ത് റദ്ദാക്കിയിരുന്നു. ഇത്തരത്തിലുണ്ടായ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയൊക്കെ തന്നെ ഫോണുകളിലേക്ക് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് സന്ദേശമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. മെസ്സേജ് ലഭിക്കുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ ഒക്കെ തന്നെ ഈ റേഷൻ കാർഡിൻ്റെ കോപ്പി അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അടുത്ത മാസം മുതൽ തന്നെ ഇവർക്ക് മുൻഗണനാ വിഭാഗത്തിന് അർഹമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും റേഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭ്യമായി തുടങ്ങുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. റംസാൻ പ്രമാണിച്ചുകൊണ്ട് പ്രത്യേക ഭക്ഷ്യ കിറ്റുമായിട്ട് സപ്ലൈകോ. റംസാൻ നിലാവ് എന്ന് പേരിട്ടിരിക്കുന്ന കിറ്റിൽ 1018 രൂപ വിപണി വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിറ്റ് ഉപഭോക്താവിന് 786 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. 1 കിലോ വീതം ശബരി അപ്പം പൊടി, പുട്ടുപൊടി, 100 ഗ്രാം വീതം ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടി, 50 ഗ്രാം കുരുമുളക് പൊടി, 1 കിലോ വീതം റവ, പഞ്ചസാര, 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടി, ഏലക്കായ 20 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 20-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഓഫർ ലഭ്യമാവുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ 3 ദിവസത്തെ ഇടിവിന് പിന്നാലെ സ്വർണ്ണവിലയിൽ ഇന്നലെ മാറ്റമില്ല. ഞായറാഴ്ച മാർച്ച് 15-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 95 രൂപയും പവന് 760 രൂപയുമാണ് വില. ഗ്രാമിന് 14,635 രൂപയിലും പവന് 1,17,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.